ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി കെ.സി. വേണുഗോപാൽ എത്തുന്നത് സംസ്ഥാനത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ സമവാക്യങ്ങൾ മാറ്റും. നിലവിൽ സ്ഥാനാർത്ഥിയായാണ് അദ്ദേഹം തിരിച്ചുവരുന്നതെങ്കിലും സംസ്ഥാനത്ത് തന്നെ നിലയുറപ്പിക്കാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. വർഷങ്ങളായി ന്യൂഡൽഹിയിൽ ഹൈക്കമാൻഡിനൊപ്പം നിൽക്കുന്ന വേണുഗോപാൽ സംസ്ഥാനത്തേക്ക് തിരിച്ചുവരണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ ഉന്നയിച്ചിട്ടുമുണ്ട്. ഇത് സംബന്ധിച്ച് കേരളത്തിലെ പ്രമുഖ നേതാക്കളടക്കം അദ്ദേഹത്തെ നേരിട്ട് കണ്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അന്നൊന്നും വേണുഗോപാൽ മറുപടി നൽകിയിരുന്നില്ല. തൽക്കാലം ന്യൂഡൽഹിയിൽ തന്നെ തുടരാനാണ് ആഗ്രഹമെന്നായിരുന്നു വേണുഗോപാലിന്റെ മറുപടി. ഇതിനിടെ കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ നിരവധി പ്രശ്നങ്ങൾ ഉയർന്നു വന്നു. കെ.പി.സി.സി. അധ്യക്ഷൻ മുതൽ പ്രതിപക്ഷ നേതാവ് വരെയുള്ളവർക്കെതിരെ പരാതി പ്രളയമായിരുന്നു. ഇതിൽ എന്തു തീരുമാനമെടുക്കുമെന്ന ആശയക്കുഴപ്പം ഹൈക്കമാൻഡിനുമുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ സന്തത സഹചാരിയായാണ് വേണുഗോപാൽ നിൽക്കുന്നത്. എ.ഐ.സി.സി. ജനറൽ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം. നിലവിൽ രാജ്യസഭാ അംഗവുമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കെ.സി. വേണുഗോപാൽ സ്വന്തമായി തീരുമാനമെടുക്കുകയായിരുന്നു. എന്നാൽ ഇത് തന്റെ ആഗ്രഹപ്രകാരമാകരുതെന്ന് അദ്ദേഹത്തിന് നിർബന്ധവുമുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയ കേരളത്തിലെ മുതിർന്ന നേതാക്കളടക്കം ഹൈക്കമാൻഡിനോട് കെ.സി. വേണുഗോപാലിനെ ആലപ്പുഴയിൽ മത്സരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ കെ.പി.സി.സി. തയ്യാറാക്കിയ പട്ടികയിൽ കെ.സിയുടെ പേര് ഉൾപ്പെട്ടിരുന്നില്ല. ഷാനിമോൾ ഉസ്മാന്റെ പേരായിരുന്നു അവർ ഹൈക്കമാൻഡിന് നൽകിയത്. ഇതിനിടെ ലീഡർ കെ. കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിലേക്ക് പോവുകയും ചെയ്തു. ഇതോടെ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് എന്തു ചെയ്യണമെന്നറിയാതെ ഉഴലുകയായിരുന്നു. അവിടെയും നിർണായകമായ ഇടപെടൽ നടത്തിയത് കെ.സി. വേണുഗോപാലായിരുന്നു. വടകരയിൽ കഴിഞ്ഞ തവണ മത്സരിച്ചു വിജയിച്ച കെ. മുരളീധരനെ തൃശൂരിൽ മത്സരിപ്പിക്കുന്നതിനുള്ള തീരുമാനമെടുത്തത് വേണുഗോപാലായിരുന്നു. മാത്രമല്ല, താൻ ആലപ്പുഴയിൽ മത്സരിക്കുകയാണെന്നും സംസ്ഥാന നേതാക്കളെ അദ്ദേഹം അറിയിച്ചു. രണ്ട് ദേശീയ നേതാക്കൾ കേരളത്തിൽ മത്സരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഇമ്പാക്ട് വലുതാണെന്ന് സംസ്ഥാന നേതൃത്വത്തിന് മനസ്സിലാവുകയും ചെയ്തു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 20-ൽ 19 സീറ്റും നേടിയത് UDF ആയിരുന്നു. ഇത്തവണ ആ വിജയം നിലനിർത്തിയില്ലെങ്കിൽ കേരളത്തിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്ന് കെ.പി.സി.സി. അധ്യക്ഷൻ കെ. സുധാകരനും പ്രതിപക്ഷ നേതാവ് വി. ഡി. സതീശനും അറിയാം. അങ്ങനെയാണ് ഒറ്റ രാത്രി കൊണ്ട് കാര്യങ്ങൾ മാറി മറിഞ്ഞത്. കേരളത്തിൽ നിന്നും കൂടുതൽ കോൺഗ്രസ് എംപിമാരെ പാർലമെന്റിൽ എത്തിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം ഹൈക്കമാൻഡിനുണ്ട്. എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിൽ കാര്യങ്ങൾ അത്ര എളുപ്പമല്ലെന്നും അവർക്കറിയാം. അതിനാൽ കെ.സി. വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വം തങ്ങൾക്ക് ഏറെ ഗുണം ചെയ്യുമെന്ന് ഹൈക്കമാൻഡും സംസ്ഥാന നേതാക്കളെ അറിയിച്ചു. 2009-ലും 2014-ലും ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച ആളാണ് കെ.സി. വേണുഗോപാൽ. അതിനു പുറമെ 1996, 2001, 2006 എന്നീ വർഷങ്ങളിൽ നിയമസഭയിലേക്കും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയും വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുമായിരുന്നു. അതിനുശേഷമാണ് വേണുഗോപാൽ തന്റെ തട്ടകം ന്യൂഡൽഹിയിലേക്ക് മാറ്റിയത്. പൊതു തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുന്നതിന് പിന്നിലും ചില ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഭരണം കിട്ടുകയാണെങ്കിൽ നല്ലൊരു വകുപ്പ് അദ്ദേഹത്തിന് ലഭിക്കും. അഥവാ ഭരണം ലഭിച്ചില്ലെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം എന്നതാണ് കെ.സി. ലക്ഷ്യമിടുന്നത്. രാഹുൽ ഗാന്ധിയും ലോക്സഭയിലേക്ക് മത്സരിക്കുന്നുണ്ടെങ്കിലും പ്രതിപക്ഷ നേതാവാകാൻ താനില്ലെന്ന് അദ്ദേഹം അറിയിച്ചു കഴിഞ്ഞു. ഇതേ തുടർന്നാണ് വേണുഗോപാൽ ഈ സ്ഥാനം ലക്ഷ്യമിടുന്നത്. മറ്റൊരു പ്രധാന കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പേരിൽ കേരളത്തിലേക്ക് ചുവടുറപ്പിക്കലാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് മത്സരിക്കണമെന്ന ആഗ്രഹമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കാൻ തയ്യാറായിരുന്നെങ്കിലും ഹൈക്കമാൻഡിന്റെ നിർദ്ദേശത്തെ തുടർന്ന് പിൻവാങ്ങുകയായിരുന്നു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിലേക്കെത്തി സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശക്തമായ നിലയുറപ്പിക്കുകയാണ് വേണുഗോപാൽ. നിലവിലെ ഗ്രൂപ്പ് രാഷ്ട്രീയങ്ങൾക്ക് തടയിടുക കൂടിയുണ്ട് അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങളിൽ. ഐ ഗ്രൂപ്പുകാരാണ് വേണുഗോപാൽ എങ്കിലും കുറെ കാലമായി ഒരു ഗ്രൂപ്പിന്റെയും ഭാഗമായി അദ്ദേഹം നിലകൊണ്ടിട്ടില്ല. കോൺഗ്രസിന് നല്ലൊരു കെട്ടുറപ്പുണ്ടാക്കണമെങ്കിൽ നിലവിലെ സമവാക്യങ്ങളൊക്കെ മാറിയേ തീരുവെന്ന് വേണുഗോപാലിനറിയാം. അതിന് അദ്ദേഹം കേരളത്തിലേക്ക് എത്തണമെന്ന് രമേശ് ചെന്നിത്തലയും ആഗ്രഹിക്കുന്നുണ്ട്. കെ.സി. വേണുഗോപാലിനെ ലോക്സഭാ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം ഉന്നയിച്ച നേതാക്കളിൽ ഒരാൾ രമേശ് ചെന്നിത്തലയാണ്. കെ.സിയെ കേരളത്തിലേക്ക് എത്തിച്ച് നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് പാർട്ടിക്ക് നല്ല കെട്ടുറപ്പുണ്ടാക്കുകയാണ് ചെന്നിത്തലയുടെ ലക്ഷ്യം. മാത്രമല്ല, വയനാട്ടിൽ രാഹുൽ ഗാന്ധി കൂടി മത്സരിക്കുന്നുണ്ട്. ഈ രണ്ട് ദേശീയ നേതാക്കളെ മുൻനിർത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ കൂടുതൽ സീറ്റിൽ കോൺഗ്രസിന് വിജയിക്കാനുമാകും. ഇങ്ങനെയുള്ള കണക്കുകൂട്ടലിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത്. ബി.ജെ.പി. ഇത്തവണ കേരളത്തിൽ ശക്തമായ പോരാട്ടം നടത്തുമെന്ന് പറയുന്നുണ്ടെങ്കിലും അവർക്ക് വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്താനായിട്ടില്ലെന്നാണ് UDFന്റെ വിലയിരുത്തൽ. ഇത് ഇടതുമുന്നണി ആയുധമാക്കുമെന്നും അതിനാൽ കരുത്തരെ തന്നെ കളത്തിലിറക്കണമെന്നും
ഹൈക്കമാൻഡും തീരുമാനിച്ചു. വടകരയിൽ ഷാഫി പറമ്പിലിനെ സ്ഥാനാർത്ഥിയാക്കിയതാകട്ടെ ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ടാണ്. അദ്ദേഹത്തിന് അവിടെ വിജയിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ.